പേജിൽ കോപ്പിറൈറ്റ് ഉണ്ടാകുന്നത് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? ഒരു നല്ലൊരു പണിയെടുത്ത് നല്ലൊരു പേജ് ഉണ്ടാക്കിയിട്ട് വെറുതെ അത് നമ്മൾ നശിപ്പിച്ച് കളയണത് എന്തിനാ? അത് നോക്കണം. നമ്മളൊരു പേജ് തുടങ്ങി, വീഡിയോകൾ ഇടുന്നുണ്ട്. ഇനിയിപ്പോൾ അത് മോണിറ്റൈസേഷൻ ആയി വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ പേജിൽ വല്ല കോപ്പിറൈറ്റും കിടപ്പുണ്ടോ? അത് മാത്രമല്ല വല്ല വയലേഷനും ഉണ്ടോ? കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിനെതിരായിട്ട് വല്ല വീഡിയോകൾ ഇട്ടിട്ടുണ്ടോ? ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇത് ശ്രദ്ധിക്കണം. കാരണം പണം നമ്മളുടെ കയ്യിലേക്ക് എത്താറാവുന്ന ഒരു സമയത്തായിരിക്കും ചിലപ്പം ഇതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ വരുന്നത്. ചിലപ്പോൾ നമ്മുടെ പേജ് പോലും അടിച്ചു പോകാൻ സാധ്യതയുള്ള അത്രയും പ്രശ്നങ്ങൾ നമ്മളുടെ പേജിൽ കിടപ്പുണ്ടാവും. അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇതെങ്ങനെ നോക്കാമെന്നും കോപ്പിറൈറ്റ് എങ്ങനെ വരാതിരിക്കാൻ കഴിയുമെന്നും നമുക്കൊന്ന് നോക്കാം. പേജിൽ ചിലപ്പോൾ പച്ചയോ മഞ്ഞയോ ചുമപ്പോ 3 കളർ വന്ന് കിടപ്പുണ്ടാവും. ഈ കളറൊക്കെ നമുക്കൊന്ന് ഇടയ്ക്കിടയ്ക്കൊക്കെ ചെക്ക് ചെയ്യണം. വേണ്ടേ? കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒറ്റ വാക്കി പറഞ്ഞാൽ വേറൊരാളുടെ ഒരു സൃഷ്ടി അയാളുടെ അനുവാദം ഇല്ലാതെ നമ്മളെടുത്ത് അത് ഉപയോഗിക്കുന്നതിനാണ് കോപ്പിറൈറ്റ് എന്ന് പറയുന്നത്. കാരണം ഒരാൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പാട്ട് അല്ലെങ്കിൽ വീഡിയോ നമ്മൾ അത് യൂട്യൂബിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ നേരെ കൊണ്ടുവന്ന് നമ്മളുടെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്യും. ചിലപ്പോൾ നല്ല റീച്ചൊക്കെ ഉണ്ടാകുമായിരിക്കും. പക്ഷെ കുറച്ച് കഴിഞ്ഞാണ് അറിയണത് അത് വയലേഷൻ ഉണ്ടാകുന്ന സാധനമാണെന്ന്, അല്ലെങ്കിൽ അത് കോപ്പിറൈറ്റ് ഉണ്ടാകുന്ന സാധനമാണെന്ന്. അപ്പോൾ അതുകൊണ്ട് സ്വന്തം സൃഷ്ടികൾ മാത്രം ഇടാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ആദ്യത്തെ ഈ കോപ്പിറൈറ്റ് വരാതിരിക്കാനുള്ള ആദ്യത്തെ ഒരു സേഫായിട്ടുള്ള ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മ്യൂസിക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജിൽ നമുക്ക് മ്യൂസിക് ഉപയോഗിക്കണമെങ്കിൽ ഓഡിയോ ലൈബ്രറിയിൽ നിന്ന് മാത്രം എടുക്കുക. പിന്നെ ഒരു ഓഡിയോ ലൈബ്രറിയിൽ നിന്ന് എടുക്കുമ്പോൾ ഇപ്പം ഫേസ്ബുക്കിൽ നമ്മൾ പേജിലൊരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ നേരത്ത് മ്യൂസിക് വേണമെന്ന് ചോദിക്കും. അവർ തരുന്ന കുറേ മ്യൂസിക്കുകളുണ്ട്. അതായത് റവന്യൂ ഷെയർ ചെയ്യണതും റവന്യൂ ഷെയർ ചെയ്യേണ്ടാത്തതും ഇത് ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. റവന്യൂ ഷെയർ ചെയ്യണതിൻ്റെ റവന്യൂ കൊടുത്താൽ മതിയല്ല, നമുക്ക് ഉപയോഗിക്കാം. നമുക്കൊരു പാട്ട് അത്യാവശ്യമാണെങ്കിൽ. പക്ഷേ ഈ സമയത്ത് നമ്മൾ സെർച്ച് ചെയ്ത് ചില മലയാളം പാട്ടുകളൊക്കെ നമ്മളുടെ ആ ഒരു സാഹചര്യത്തിന് പറ്റിയത്, ഇപ്പോൾ സന്ധ്യാസമയമാണെങ്കിൽ സന്ധ്യാസമയത്ത് ആ ഒരു അന്തരീക്ഷവും ആകാശവും ചുമപ്പൊക്കെ കാണുമ്പോൾ സന്ധ്യമയങ്ങും നേരം എന്ന് പറഞ്ഞ പാട്ട് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് വരാൻ സാധ്യതയുണ്ട്. നേരത്തെ എൻ്റെ വീഡിയോയുടെ റീൽസിൻ്റെ മോണിറ്റൈസേഷൻ നഷ്ടപ്പെട്ടത് ഇതേപോലെ ഒരു പാട്ട് സെർച്ച് ചെയ്തിട്ട് ഞാൻ എൻ്റെ പേജിൽ ഒരു ഒരു കുഞ്ഞു വീഡിയോ ഉണ്ടായിരുന്നു അതുപോലെ സായം സന്ധ്യയിൽ അതിട്ടപ്പോൾ സെർച്ച് ചെയ്തിട്ടതാണ് ഒരു പാട്ട്, പ്രത്യേക ഒരു പാട്ട് ഇവരുടെ ഓഡിയോ ലൈബ്രറിയിൽ സെർച്ച് ചെയ്ത് മലയാളം പാട്ട് ഇട്ടതാണ്. അപ്പോൾ എൻ്റെ റീൽസിലുള്ള മോണിറ്റൈസേഷൻ അങ്ങോട്ട് കട്ടായിപ്പോയി. നമുക്ക് ഒരുപാട് നാൾ പിടിച്ച് പിന്നെ ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ അതിൽ ചെയ്യേണ്ടി വന്നു. ഒരുപാട് നാളത്തെ നമ്മളുടെ അധ്വാനം വെറുതെ ആയിപ്പോയി. പക്ഷേ കോപ്പിറൈറ്റ് വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നം തന്നെയാണ്. അത് പരിഹരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ എവിടെയാണ് കോപ്പിറൈറ്റ് വന്നതെന്ന് നമ്മൾ പഠിക്കണം. ഒരു ദിവസം കൊണ്ട് ചിലപ്പോൾ നമുക്കത് കോപ്പിറൈറ്റ് വന്നത് എവിടെയാണ് എന്താണെന്ന് മനസ്സിലാവില്ല. മെയിൽ ചെയ്ത് വന്നു നമ്മളുടെ പ്രൊഫൈലിൽ ഒരു മഞ്ഞ ഐക്കണാണ് വന്നിട്ടുള്ളെങ്കിൽ, മഞ്ഞ ഒരു കളറാണ് വന്നിട്ടുള്ളെങ്കിൽ, പച്ച വന്ന സേഫാണല്ല, മഞ്ഞയാണ് വന്നിട്ടുള്ളതെങ്കിൽ അത് നമ്മളുടെ പണസമ്പാദന മാർഗം തടയാൻ സാധ്യതയുണ്ട്. അതായത് കോപ്പിറൈറ്റ് ഉണ്ട്, നമ്മുടെ പേജിൽ പൈസ വരാനായിട്ടുള്ള സാധ്യത കുറവാണ്. അത് പരിഹരിച്ചാൽ നമുക്ക് പൈസ കിട്ടും എന്നുള്ളതാണ് ആ മഞ്ഞ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഒരു വയലേഷൻ ഉണ്ടെന്നുള്ളത് തന്നെയാണ് കോപ്പിറൈറ്റ് ആയാലും എന്തായാലും. ചുമപ്പ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ധനസമ്പാദന മാർഗത്തിന് യാതൊരു സാധ്യതയില്ല എന്നുള്ളതാണ്. അടുത്ത് തന്നെ പേജും അടിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഇത് നമ്മൾ മഞ്ഞ ഉള്ളപ്പോൾ തന്നെ ശ്രദ്ധിച്ച് ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട്, ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ ഉടനെ തന്നെ ഉണ്ടല്ലോ നമ്മളുടെ മുഖം കാണിച്ചുള്ള 1, 2, 3 ലൈവ് ചെയ്യാൻ ശ്രമിക്കണം, ലൈവ് വീഡിയോ. അപ്പോൾ ഫേസ്ബുക്കിന് നമ്മളെ കുറേയും കൂടി വിശ്വാസവും, ഇതൊരു വിശ്വാസത്തിൻ്റെ പ്രശ്നവും കൂടിയുണ്ട്. നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ ഉടനെ തന്നെ നമ്മൾ അങ്ങനത്തെ ഒരു കാര്യം കൂടി ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല, വലിയൊരു കാര്യമാണ്. ഫേസ്ബുക്കിന് ചില കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് ഉണ്ട് കേട്ടോ, കമ്മ്യൂണിറ്റി മാനദണ്ഡങ്ങൾ എന്നാണ് ഇതിനെ പറയണത്. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്താണെന്നറിയാമോ? ഇത് ഇടി, കുത്ത്, തല്ല്, പിന്നെ കുഞ്ഞു കുട്ടികൾ ഇങ്ങനെ ഡ്രസ്സൊന്നും ഇല്ലാതെ നിൽക്കുന്നത്, ഇങ്ങനെയുള്ള നമ്മൾ ഫേസ്ബുക്ക് പേജിലൊക്കെ കൊണ്ടുവന്ന് ആരുടെയെങ്കിലും എവിടെന്നെങ്കിലുമൊക്കെ കിട്ടിയത് 4 പേര് കാണുന്ന വീഡിയോ ആണല്ലോ എന്നൊക്കെ ഓർത്ത് നമ്മൾ കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞാൽ അത് കമ്മ്യൂണിറ്റി വയലേഷനിൽ പെടുന്ന ഒന്നാണ് അത്. പിന്നെ മോശം ഭാഷ, മൊബൈലിൽ നമ്മളിങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ മോശം ഭാഷയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർ റിവ്യൂ ചെയ്യുന്നുണ്ട് നമ്മളെന്ത് സംസാരിച്ച് കഴിഞ്ഞാലും. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മോശം കമൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മോശം കമൻറ്റൊക്കെ നമ്മൾ ഇടുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഈ പറഞ്ഞ പോലെ വല്ലാത്ത
പേജിനെ ബാധിക്കുന്ന ഒന്നാണ് മോശം കമൻറ്റ്. നമ്മളുടേതായിട്ടുള്ള പേജിൽ നമ്മൾ മോശം കമൻറ്റ് വേറെ വീഡിയോയിൽ പോയി ഇടുക, അല്ലെങ്കിൽ നമ്മളുടെ വീഡിയോക്ക് മറുപടിയായിട്ട് നമ്മൾ മോശം കമൻറ്റ് ഇടുക. ഇതൊക്കെ ശരിക്കും ബാധിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെയാണ്. കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് ഇത്തിരി സ്ട്രോങ് ആണ്. പിന്നെ കുഞ്ഞു മക്കളെയൊക്കെ നമ്മൾ കാണിക്കുമ്പോൾ പരമാവധി അവരുടെ മുഖമൊക്കെ കാണിച്ച്, ഞാൻ പറയുന്നത് പണം ലഭിക്കാൻ വേണ്ടിയുള്ള ഒരു ഗൗരവമായിട്ട് ഈ ഫേസ്ബുക്കിന് പേജിനെയും വീഡിയോ ക്രിയേഷനെയൊക്കെ കണ്ടൻറ് ക്രിയേഷനെയൊക്കെ കാണുന്ന ആളുകളോടാണ് കേട്ടോ. കുഞ്ഞു മക്കളെയൊക്കെ പരമാവധി വീഡിയോ ഒന്ന് ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ഡ്രസ്സ് ഇടാത്ത മക്കളൊക്കെ ആണെങ്കിൽ ശരിക്കും അത് പ്രശ്നങ്ങൾ തന്നെയാണ്, അവരുടെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിനെതിരാണ്. അപ്പോൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. കുറേ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ കുറച്ചധികം കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. വേറെ എല്ലാവരുടെയും വീഡിയോ എടുത്ത് ഇടാൻ പാടില്ല. കോപ്പിറൈറ്റുള്ള മറ്റുള്ളവൻ്റെ പാട്ട് നമുക്ക് ഇടാൻ പാടില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ പേജ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. സെറ്റിങ്സിൽ പോയിട്ട് പേജ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട്. അത് സെറ്റിങ്സിലുണ്ട്. സെറ്റിങ്സ് ആൻഡ് പ്രൈവസിയിലെ സെറ്റിങ്സിൽ പോയിട്ട് നിങ്ങൾക്ക് നോക്കാം. അതല്ലാതെ തന്നെ നമ്മൾ പ്രൊഫൈൽ പിക്ചറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ 3 ഡോട്ട് വരില്ലേ, ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് വരുമ്പോൾ ഫസ്റ്റ് തന്നെ പേജ് സ്റ്റാറ്റസ് കിടപ്പുണ്ടാവും, ആക്ഷൻ ബട്ടണൊക്കെ കിടക്കണതിൻ്റെ മുകളിലായിട്ട്. അപ്പോൾ അത് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യണം നല്ലതാണ്. അവിടെ തന്നെ ആക്ഷൻ എന്ന് കാണിക്കും, എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നൊക്കെ കാണിക്കും. അപ്പോൾ ഒരു നല്ലൊരു പണിയെടുത്ത് നല്ലൊരു പേജ് ഉണ്ടാക്കിയിട്ട് വെറുതെ അത് നമ്മൾ നശിപ്പിച്ച് കളയണത് എന്തിനാ, അല്ലേ? വെറുതെ പ്രൊഫൈലിൽ ഒരു രസത്തിന് വേണ്ടി ഉണ്ടാക്കുന്നവർക്ക് എന്തും ആവാം. അവർ പലതും ഷെയർ ചെയ്യും, പലതരത്തിലും കാണിക്കും. അവരുടെ ആ പ്രൊഫൈലോ അവർ വേറെ പ്രൊഫൈൽ ഉണ്ടാക്കും. കഷ്ടപ്പെട്ട് ഒരു കണ്ടൻറ് ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ നമ്മൾ ബുദ്ധിമുട്ട് വീഡിയോകൾ ഉണ്ടാക്കുന്ന ഒരാളും ഇതിനെ ഗൗരവകരമായിട്ട് കാണാതിരിക്കരുത്. കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞാൽ ചില്ലറയല്ല. നിങ്ങളത് ശ്രദ്ധിച്ചില്ലെങ്കിൽ പേജ് തന്നെ അടിച്ചു പോകും.